ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഞാൻ ലാസ്റ്റ് ചെയ്ത പേ ഔട്ടിൻ്റെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്കുള്ള കുറേ ഡൗട്ട്സ് പേ ഔട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ സോൾവ് ആയി എന്നൊക്കെ കുറേ പേര് പറഞ്ഞ്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ ഡൗട്ട്സൊക്കെ ഞാൻ നോക്കി വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. മീൻസ് അത് റെലവൻ്റ് ആണ്, അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ MNC ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതേപോലെ മൈൻഡ് സെറ്റ് കുറേ പേർക്കുണ്ട്. കുറേ പേര് എന്നോട് ഇങ്ങനെ ജോബ് ക്വിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് മീൻസ് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാൻ ഫോളോ ചെയ്തത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ജോബ് ക്വിറ്റ് ചെയ്തെന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാം. ഞാനൊരു 9 to 5 പോലുള്ള ഒരു ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അതിൽ എനിക്ക് ട്രേഡിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. മീൻസ് ഞാൻ നൈറ്റൊക്കെ എനിക്ക് ഫുൾ ടൈം ഇതിൻ്റെ മുന്നിലിരിക്കുക. മീൻസ് അത്ര പാഷനറ്റ് ആയതുകൊണ്ട് ഈ ട്രേഡിങ് എനിക്ക് ഗിവ് അപ്പ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ ഇതിന് ഒരു പ്രോപ്പർ ടൈം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സെയിം ഫീൽഡിൽ തന്നെ ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മീൻസ് സെയിൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയപ്പം ടൈം കുറച്ചും കൂടെ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടി. മീൻസ് എനിക്ക് കുറച്ചും കൂടെ ടൈം ട്രേഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലെ ആയപ്പോൾ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. മീൻസ് ഇതൊരു ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ജേണി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. മീൻസ് ഒരു 3 years എടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. മീൻസ് ഞാൻ ആ ടൈമിൽ കുറേയൊക്കെ സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ആയി നല്ല ടൈം എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വിന്നിങ് പ്രോബബിലിറ്റിയും കുറച്ചുകൂടെ ഒരു റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് ഒരു 1:2-3 എങ്കിലും വരുന്ന രീതിയിലുള്ള റിസ്ക് റിവാർഡിന് വേണ്ടിയിട്ടായി പിന്നെ ഞാൻ നോക്കുന്നത്. അങ്ങനെ അതും കുറച്ച് ടൈം എടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്ത്. മീൻസ് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സെറ്റപ്പിന് വേണ്ടി നടക്കുകയാണെങ്കിൽ ഞാൻ നടത്താൻ നിൽക്കില്ല. മീൻസ് ഇങ്ങനെ നമ്മൾ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കും. അടുത്ത സെറ്റപ്പ് പറഞ്ഞിട്ട് വൺസ് ഞാനത് ക്രാക്ക് ചെയ്ത് മീൻസ് ആ സെറ്റപ്പ് എനിക്ക് കിട്ടിയെന്നായപ്പം ഞാൻ ഇനി പറയുന്നത് ജസ്റ്റ് ബിഫോർ ഞാൻ ഈ ക്വിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ തൊട്ട് മുന്നുള്ള ആ ഒരു ടൈം ഞാൻ പറഞ്ഞുതരാം. ആ ടൈമിൽ ഞാൻ ചെയ്തത് ഞാൻ ഒന്നും കൂടി എൻഷുർ ചെയ്ത് ഒരു ഡെമോ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ സെയിം സെറ്റപ്പ് അതായത് ഈ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ റൂൾസും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ അത് പാസ്സാക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഒരു 10K എൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് എന്നിട്ട് അത് പാസ്സാക്കി അതിൽ നിന്നൊരു വിഡ്രോവൽ എടുത്ത്. അങ്ങനെ ഞാൻ ഈ വിഡ്രോവൽ ഞാൻ പ്രോസസ്സ് ചെയ്ത ആ നൈറ്റ് തന്നെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ജോബ് ക്വിറ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ആൾക്ക് എൻ്റെ ജേണി കറക്റ്റായിട്ട് അറിയാം. മീൻസ് ഞാൻ എത്രമാത്രം ഇതിൽ എഫേർട്ട് ഇട്ടുണ്ട്, എത്രമാത്രം പാഷനറ്റ് ആണ്. അപ്പോൾ ആൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ സേവിങ്സ് ഒക്കെ എടുത്തിട്ട് ഇനി എത്ര കാലം ഒരു ഇൻകം പോലും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. മീൻസ് ഏകദേശം നല്ലൊരു ഓവർ 6 months ഒക്കെ എനിക്കത് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ EMIs പിന്നെ എക്സ്പെൻസസ് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഫണ്ട് വേണ്ടി വന്നാൽ അതിൻ്റെ ഫണ്ടൊക്കെ കൂടെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു തീരുമാനത്തിലെത്തിയത്. ഓക്കെ ഇത് ക്വിറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, പോസിബിൾ ആണെന്ന്. പിന്നെ ഞാൻ ഈ സെയിം സംഭവം ചെയ്യാൻ മെയിനായിട്ടുള്ള വേറൊരു റീസൺ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇനി ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് പോവാം. വേറെ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് വരുന്നില്ല. ഈ സാധനം എനിക്ക് ഓൾറെഡി അറിയാം. അപ്പം ഇങ്ങനെ ഒരു ബാക്കപ്പ് ഫണ്ട് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓവർ പ്രഷർ ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ മീൻസ് അതിൻ്റെ സൈക്കോളജി മീൻസ് ട്രേഡിങ് സൈക്കോളജിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യൂലെന്ന് ഞാനത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീൻസ് ഈ ബാക്കപ്പ് എത്രമാത്രം എനിക്ക് ഓടാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നോക്കിയത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇത് ക്വിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ വെറും പൈസൻ്റെ പെർസ്പെക്റ്റീവ് അല്ല. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ MNC ജോബാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സാലറി എനിക്കുണ്ട്, നല്ല രീതിയിലൊരു സ്റ്റാൻഡേർഡ് ലിവിങ് എനിക്ക് കിട്ടും. ബട്ട് ഞാൻ അവിടെ നോക്കിയത് മണീനെക്കാട്ടി കൂടുതൽ മീൻസ് ഈ ട്രേഡിങ്ങിൽ വരുമ്പോൾ ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടത്തോടെ ചെയ്തു പോകാൻ പറ്റും. മീൻസ് ഒരു ജോലി ചെയ്യുന്ന ഒരു എഫേർട്ട് എനിക്ക് വരില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈം എനിക്ക് കുറേ ഫ്രീ ടൈം വരുന്നുണ്ട്. മീൻസ് ഞാൻ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് അതിലേക്ക് മാറി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെ ട്രേഡിങ് ഫുൾ ടൈം ആക്കണം എന്നുള്ളവർക്ക് മീൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫുൾ ടൈം ആക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും ട്രേഡിങ്ങിലേക്ക് വരുന്നവരോട്. അപ്പം ഇതേപോലെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ഫണ്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ ഉപരി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടോ, മീൻസ് അതിൽ നിങ്ങൾക്ക് ഇൻകം എടുക്കാൻ പറ്റുന്നുണ്ടോ, മീൻസ് ട്രേഡിങ്ങിൽ കൂടെ ഒരു ഇൻകം ആക്കാൻ പറ്റുമോ നിങ്ങൾ ആദ്യം മേക്ക് ഷുവർ ചെയ്യുക. അത് നിങ്ങൾക്ക് ആ സെറ്റപ്പിനോട് അത്രമാത്രം ട്രസ്റ്റ് വേണം. ഈ സെറ്റപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്കൊരു ബാക്കപ്പ് ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, വേണമെങ്കിൽ ഒരു 1-2 മാസത്തേക്ക് നിങ്ങൾ റിസൈൻ ഇട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആ ടൈമിലുള്ള സൈക്കോളജി എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു ഇൻകം ഇല്ലയെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടും കൂടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെനാറിയോ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ, പെട്ടെന്ന് എടുത്ത് ചാടി ഫുൾ ടൈം ട്രേഡിംഗ് ആണ് ഒന്നും നോക്കാതെ ഇതിലേക്ക് വരരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ഔട്ട്കം വരിക. അതുകൊണ്ടാണ് പറയുന്നത്.